ഗൗതമിന് തുണയായി നീ സംസാരിക്കേണ്ടി വന്നാൽ അവന് തനിച്ചൊരു അന്തസ്സുണ്ടാകണമെന്ന് നീ കരുതുന്നു ശിവാനി. അതുകൊണ്ടാ നിന്റെ ഭർത്താവ് എന്നോട് മത്സരിക്കാൻ വരുന്നത്. ഞാനും അതുകൊണ്ടാ എതിർക്കാത്തത്. നിങ്ങളും ഞങ്ങളോട് ദയ കാണിച്ച അവസരം തന്ന പോലെ ഒന്നും സംസാരിക്കണ്ട. ഗൗതമേട്ടൻ സാമർഥ്യമുള്ള ഒരാളാ. ധൈര്യവും ധീരതയും ഉള്ളതുകൊണ്ടും പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടുമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മത്സരം എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യമല്ല. സാധാരണക്കാരെ പറ്റിച്ച് മത്സരം വിജയിക്കുന്നവരെ മാത്രമേ ജനങ്ങൾ കണ്ടു കാണൂ. പക്ഷെ ശരിക്കുള്ള മത്സരം നടക്കാൻ പോകുന്നത് ഇനിയാണ്. ആഹാ, കൊള്ളാമല്ലോ. ഗൗതമിന് എന്ത് ചിഹ്നമാണ് കിട്ടിയതെന്ന് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ചിഹ്നത്തെ ഈ ഇലക്ഷന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നന്നായി കളിയാക്കി സംസാരിക്കുന്നുണ്ടല്ലോ. തോൽക്കൂ എന്നുള്ള കാര്യം ഉറപ്പല്ലേ, പിന്നെ പറഞ്ഞിട്ട് എന്താ ഫലം? ഗൗതം, ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പില് നിനക്ക് തൃശ്ശൂരമാണ് ചിഹ്നം. അങ്ങനെയാണോ? വളരെ സന്തോഷം. ഇപ്പോൾ തന്നെ ജയിച്ചതുപോലെ മുഖത്ത് വളരെ സന്തോഷമാണല്ലോ കാണുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ പ്രമാണിയാകാൻ എന്തായാലും കഴിയില്ല. പിന്നെന്തിനാ ഇവര് സന്തോഷിക്കുന്നത്? ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? തൃശ്ശൂലെ എപ്പോഴെങ്കിലും താഴെ വീണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നാലും ശരി, ശിവഭഗവാന്റെ കയ്യിലുണ്ടായിരുന്നാലും ശരി, തെറ്റ് ചെയ്യുന്ന എല്ലാ ദ്രോഹികളെയും കൈലാസത്തിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ആകാശത്തെ കാണുന്ന പോലെ തന്നെ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും. അതെന്തായാലും നന്നായി. നമ്മൾ വോട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോ ശിവാനി മത്സരത്തെ കുറിച്ചാ സംസാരിക്കുന്നത്. നിങ്ങളുടെ വിരട്ട് കേട്ട് തിരിച്ചു പോകുന്ന ആളുകളല്ല ഞങ്ങള്. നിങ്ങളുടെ കൈകൊണ്ട് ഈ നാട്ടിൽ ചെയ്ത ഓരോ തെറ്റുകളും ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് തൃശ്ശൂല ചിഹ്നത്തെ ആ പരമേശ്വരൻ അനുഗ്രഹിച്ച് എനിക്ക് നൽകിയത്. വരദരാജൻ മുതലാളിക്ക് മോതിരമാണ് ചിഹ്നമായി കിട്ടിയിരിക്കുന്നത്. നല്ല കാര്യം. ഏട്ട എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെങ്കിലും എതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നതിന് മുന്നേ ആ വിരലിന് നിങ്ങൾ ധരിച്ചിരിക്കുന്ന മോതിരം പോലും തടസ്സമായി വരുമെന്ന് ഓർമ്മപ്പെടുത്താനാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചെയ്യുന്നത് പോട്ടെ, നിന്റെ ഭർത്താവിന് നേരെ വിരല് ചൂണ്ടാനായി ശശികുമാറിന്റെ അമ്മ വരുന്നുണ്ട്, നോക്ക്. എന്താ ഗൗതം, പ്രമാണിയായിട്ട് മത്സരിക്കാനൊക്കെ പോവാണോ? അതെ. എന്നിട്ട് ജയിക്കോ? ഓരോരുത്തരും വിജയിക്കണമെന്ന് തന്നെയല്ലേ ആഗ്രഹിക്കൂ. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ആര് ജയിക്കും എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. സംസാരമൊക്കെ നന്നായിട്ടുണ്ട്. ഭക്ഷണത്തിന് വകയില്ലെങ്കിലും മീശയൊക്കെ നന്നായി മുറുക്കി വെച്ച് ഞങ്ങൾക്ക് തരാനുള്ള കാശ് തരാതെ നീ പ്രമാണിയായിട്ട് മത്സരിക്കാൻ പോവാണോ? നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നേ? കാശ് തിരികെ തരാന്ന് പറഞ്ഞ് ഏട്ടൻ 2-3 മാസത്തെ അവധി ചോദിച്ചിട്ടുണ്ടല്ലോ. ആ സമയം കഴിയുന്നതിന് മുന്നേ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അപമാനിക്കുന്നത് ഒട്ടും ശരിയല്ല. നീയും നന്നായിട്ട് തന്നെയാ സംസാരിക്കുന്നത്. നിങ്ങളുടെ സഹോദരിയെ വെച്ച് എന്റെ മകനെ നന്നായിട്ട് മുതലെടുത്തു. അവനൊരു പാവം ആയതുകൊണ്ട് സാരമില്ല. ആ സ്ഥാനത്ത് വേറെ ആളായിരുന്നെങ്കിലേ നിങ്ങൾ ചെയ്ത ചെലവിനൊക്കെ കണക്ക് പറയിച്ചെന്നെ. മര്യാദയ്ക്ക് സംസാരിച്ചോ. എന്റെ സഹോദരി ലക്ഷ്മിയെ പോലെ നിങ്ങളും ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട് ഒരു മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങളുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ആണായിരുന്നെങ്കിൽ അവന്റെ തലയും കാലും ഉടലും വേറെ വേറെ ആവുന്ന തരത്തില് വെട്ടിയെറിയുമായിരുന്നു ഞാൻ. അങ്ങനെ പറഞ്ഞെന്ന് കരുതി നിന്റെ സഹോദരി തെറ്റ് ചെയ്തിട്ടില്ലെന്നാവോ ഗൗതം? നിർത്തിക്കോ, നിർത്തിക്കോ. തെറ്റ് ചെയ്തു ചെയ്തില്ല എന്ന് തീരുമാനിക്കാനായിട്ട് താൻ ഇവിടത്തെ ആരാ? ഓരോരുത്തരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് നാവ് കൊണ്ട് വിളമ്പിയ അത് കേട്ടോണ്ട് നിൽക്കില്ല.
ഈ നാട്ടിലുള്ള ഓരോ ആളുകൾക്കും അഭിമാനവും അന്തസ്സും എല്ലാം ഉണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തെയും മനസമാധാനത്തെയും വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ വന്ന് സംസാരിച്ച അതിന് ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഞാനൊരു പ്രമാണിയാവണമെന്നൊന്നുമില്ല. അതിനിവിടെ നിൽക്കുന്ന എന്റെ ഭാര്യ പോലീസ് ഓഫീസർ ആകണമെന്നുമില്ല. ആർക്കെങ്കിലും നേരെ ഇവിടെ അന്യായം നടന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴ്ത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞ എന്നെ പ്രസവിച്ച എന്റെ അമ്മ സാവിത്രി അമ്മയെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. എന്നെ ഒരു കൊലയാളിയായിട്ട് ചിത്രീകരിച്ചാലും കുഴപ്പമില്ല. അവരെ ആ സ്ഥലത്ത് വെച്ച് എന്നെ വെട്ടിക്കൂട്ടി കുഴിച്ചു മൂടി ഞാൻ. അതാണ് എന്റെ ധർമ്മമെന്ന് ഏത് കോടതിയുടെ മുന്നിൽ വെച്ച് ഞാൻ പറയും. എന്താ ഇത് ഗൗതം? കാശ് ചോദിച്ചപ്പോ വെട്ടും കൊല്ലുന്നൊക്കെയാണോ പറയുന്നത്? നിങ്ങൾ ചോദിച്ചതോ കാശ് തന്നു എന്നുള്ള അഹങ്കാരത്തിലല്ലേ ഒരു കാര്യമില്ലാതെ ഉപദ്രവം ഒന്നും ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് അനാവശ്യം സംസാരിക്കുന്നത്? ഏത് പെണ്ണിനെ ആണെങ്കിലും സ്വന്തം അനിയത്തിയായിട്ട് കാണുന്ന ഗൗതമേട്ടന് മുന്നില് ഇദ്ദേഹത്തിന്റെ അനിയത്തി ലക്ഷ്മിയെ കുറിച്ച് തെറ്റായിട്ട് സംസാരിച്ചിട്ടും നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങളൊരു അമ്മയായതുകൊണ്ട് മാത്രം. നിന്റെ അനിയത്തെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല ഗൗതം. നിങ്ങൾ രണ്ടുപേരും ഞാൻ തൊഴാം. ഞങ്ങൾക്ക് തരാനുള്ള കാശ് തന്നാലേ ഞാൻ മിണ്ടാതെ അങ്ങോട്ട് പൊയ്ക്കോളാം. നിന്റെ അനിയത്തി നാണം കെടുത്തിയെന്ന് പറഞ്ഞ് നിനക്ക് വിഷമമൊന്നും വേണ്ട. പെട്ടെന്ന് വന്ന് ചോദിച്ചാൽ പിന്നെ എങ്ങനെ തരാനാ? 2 മാസം സമയം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളല്ലേ തീരുമാനമെടുത്തത്. നിങ്ങൾ അതൊക്കെ പറഞ്ഞു. പ്രമാണിയായിട്ട് മത്സരിക്കണമെങ്കിലേ കയ്യിൽ കാശ് കുറെ വേണ്ടേ? അല്ലെങ്കിൽ ആരെയെന്നെങ്കിലും കടം വാങ്ങിക്കണം. എന്നാലും അങ്ങനെ കടം വാങ്ങിച്ച കാശ് കൊണ്ട് പ്രസിഡന്റ് ആവാൻ പറ്റുമോ? അതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ. ഈ മത്സരത്തിൽ ഇവൻ തോറ്റ ഞങ്ങളുടെ ഗതി എന്താകുന്നാ ചോദിച്ചത്. അന്നും ഈ നാട്ടുകൂട്ടം വിളിച്ച് ഇലക്ഷന് വേണ്ടി പൈസ ചെലവാക്കി ഞങ്ങളുടെ സമയം ശരിയില്ലാത്തോണ്ട് തോറ്റുപോയെന്നൊക്കെ പറഞ്ഞാലേ പോയ കാശ് തിരിച്ചു വരുമോ? എന്റെ ഏട്ടൻ കാശ് തിരികെ തരാനായിട്ട് 2 മാസത്തെ സമയം ചോദിച്ചിട്ടുണ്ടല്ലോ. ആ സമയം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ലേറ്റ് ആയെങ്കിൽ അപ്പൊ വന്ന് ചോദിക്കും. അല്ലാതെ അതിനു മുമ്പ് വന്ന് വേണമെന്ന് പറഞ്ഞാ എന്റെ 1 മാസത്തെ ശമ്പളം 1 ലക്ഷം രൂപ കയ്യിൽ കിട്ടുമ്പോ മുഴുവനും തരാം, കൊണ്ടുപോയിക്കോ. നിന്റെ ശമ്പളം വരുന്നവരെ കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞാ വലിയ ബുദ്ധിമുട്ടാ മോളെ. കയ്യിൽ 5ന്റെ പൈസ ഇല്ലെങ്കിലും മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ടല്ലോ. ചെലവിന് കുറച്ച് കാശെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അതെങ്കിലും എടുത്തു തന്ന് ഞങ്ങളെ അങ്ങ് വിട്ടേക്കണം. ദേ നോക്ക്, ശിവാനി നിങ്ങളുടെ കയ്യിൽ നിന്നും 2 മാസത്തെ അവധി വാങ്ങിയിട്ടില്ലേ? ആ പറഞ്ഞ ദിവസമൊന്നും ഞാൻ എന്തായാലും എടുക്കില്ല. അവളുടെ 1 മാസത്തെ ശമ്പളത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല. എത്ര പെട്ടെന്ന് തന്നു തീർക്കാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തരാനുള്ള അത്രയും പണവും ഞാൻ തന്നു തീർക്കും. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്നത് ഈ നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. എന്തോ പകരം വീട്ടാനായി പദവി എടുക്കുന്നെന്നാ കരുതിയത്. അതെന്തായാലും നടക്കില്ല. എന്റെ ഭാഗ്യം ഇല്ലാതാക്കാൻ നോക്കുകയാണല്ലേ? ഈ നാട്ടിലെ പ്രമാണിയായി നിങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ദുർദശയാ വല്യച്ഛ. അതുകൊണ്ടാണ് ധർമ്മത്തെ വിശ്വസിക്കുന്നവർക്കേ ധർമ്മപീഠത്തിൽ ഇരിക്കാനുള്ള അർഹതയുള്ളൂ എന്നുള്ളതുകൊണ്ടാ ഗൗതം ചേട്ടൻ പ്രസിഡന്റ് ആവാൻ മത്സരിക്കുന്നത്. നാളെ മത്സരത്തിൽ ജയിച്ചാൽ നാട്ടുകൂട്ടത്തിന്റെ അധികാരവും ഇദ്ദേഹം കയ്യിലെടുത്ത് ഇത്രയും നാളും ചെയ്ത ദ്രോഹത്തിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യും. പ്രസിഡന്റായി ജയിക്കുന്നതേ ദോശക്കല്ലിൽ ദോശമാവ് ഒഴിക്കുന്നത് പോലെ അല്ല. ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യണം. നിങ്ങൾ പ്രമാണിയായാൽ അന്യായമേ ഇവിടെ നടക്കുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ പേടിച്ച് മാത്രം വോട്ട് നൽകുന്നവർക്ക് നിങ്ങൾക്ക് ന്യായം കിട്ടുമെന്ന് ഞാൻ അവർക്ക് ധൈര്യം കൊടുത്താ ഒരൊറ്റ വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടില്ല. കാട് കയറി ഇങ്ങനെ സംസാരിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ട് തൊട്ടേ ഉണ്ടല്ലോ. പക്ഷേ പ്രവൃത്തിയിൽ ഇതൊന്നുമില്ല. ഇത്രയും നാളും ഇതുവരെ ഞാൻ എൻ്റെ സഹോദരിമാരെ പറ്റി മാത്രം ആലോചിച്ചിരുന്നത് കൊണ്ട് നിങ്ങൾ ആ കസേരയിലിരുന്ന് കെട്ടുകഥകൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഈ കസേരയിൽ നിന്ന് ഇറക്കി നിങ്ങളുടെ വീട്ടിലെ കട്ടിലിൽ എന്നേക്കുമായി കിടത്തി ഞാൻ വന്ന് ആ കസേരയിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സാവിത്രിയുടെ മകൻ ഗൗതമൻ. തൃശ്ശൂരത്തിന്റെ ചിഹ്നം കിട്ടിയത് കൊണ്ട് ഗൗതമിന്റെ ഓരോ വാക്കിനും മൂർച്ചയുണ്ട്. ഇതുപോലുള്ള സംസാരമൊക്കെ ഞാൻ എത്രയോ കേട്ടതാ. ഇവർക്ക് പണം കൊടുക്കണമെങ്കിൽ ചാക്ക് കണക്കിന് വേണം. എവിടുന്ന് കൊണ്ടുവരും? എന്തു ചെയ്ത് നീ ആ പണം ഉണ്ടാക്കുമെന്ന് പറ. വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവൻ പണയം വെച്ചാണെങ്കിലും നിങ്ങളുടെ പൈസ ഞാൻ തന്നു തീർക്കും. അതിനെനിക്ക് സാധിക്കില്ലെന്ന് ആരുടെയെങ്കിലും വായിൽ നിന്നും വന്ന തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് എനിക്ക് കിട്ടിയ ആ തൃശൂലം
അവരുടെ നെഞ്ചത്തിരിക്കും. വാ ശിവാനി. ചേച്ചി, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എനിക്കൊരു കോഫി കൊണ്ടുവന്ന് തരുമോ? എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഒക്കെ ഒരു കോഫി കൊണ്ടുവന്ന് തന്നാ അത് വേറൊരു ഫീൽ ആയിരിക്കും. കോഫി കുടിക്ക. ആഹാ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വലിയ ചെന്ന സൂപ്പർ. മനസ്സ് വായിച്ചെടുത്തോളെ. പാവം കൊച്ചല്ലേ, ജോലിയൊന്നും ചെയ്യിപ്പിക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുമ്പോ ഞാൻ എന്റെ ജോലി നിർത്തി നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നിക്കണോ? കോഫി കൊണ്ടുവന്നത് എന്റെ ലക്ഷ്മി ചേച്ചിയാ. പിന്നെ ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ അഹങ്കാരം കണ്ടിട്ട്. എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചു വരില്ലേ, അപ്പൊ കാണിച്ചു തരാം ഞാൻ. പൊടി ദുർഗ, ആ പേപ്പറൊക്കെ മാറ്റി വെച്ചിട്ട് നിനക്ക് ഹോംവർക്ക് ചെയ്തോടെ? അങ്ങനെ പറഞ്ഞു കൊടുക്ക. ഇന്ന് സ്കൂളിന് ലീവ് ആണെന്ന് കരുതിയിട്ട് ഇങ്ങനെ പത്രവും പിടിച്ച് അധികാരം കാണിക്കാൻ നിക്കണോ? ഹലോ, കുറച്ച് ലോക വിവരമൊക്കെ കിട്ടണമെങ്കിൽ ഇതേപോലെ ഇരുന്ന് കുറച്ച് പേപ്പർ വായിക്കണം. നിനക്ക് അതിന് മാത്രം വിവരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ ലോകത്തെ അല്ല കഴിയേണ്ടത്. മുള്ളുകൊണ്ട് കുത്തി നോവിക്കില്ലേ? നോക്ക് ചേച്ചി എന്തൊക്കെയാ പറയുന്നതെന്ന്. ഗൗരി, അവള് കൊച്ചുകുട്ടിയല്ലേ, വിട്ടേക്ക്. ഇത് നോക്കിയേ, ഏതോ പരിപാടിയുടെ നോട്ടീസാന്ന് തോന്നുന്നു. എന്തിനു പറ്റിയത്? നിങ്ങൾ കുയിലിനെ പോലെ പാടുമോ, മയിലിനെ പോലെ ആടുമോ? അങ്ങനെയാണെങ്കിൽ വരൂ, നിങ്ങളുടെ കഴിവ് കാണിച്ച് 50,000 രൂപ സമ്മാനമായി നേടൂ. ചേച്ചി, 50,000 രൂപ പ്രൈസ് തരുമെന്ന്. 50,000 രൂപയോ? ചേച്ചി അത് വിശ്വസിച്ചോ? ഇതൊക്കെ വെറുതെ പറ്റിപ്പാണെന്നേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? പിന്നെ അല്ലാതെ എന്താടി, അവരങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ നാട് മുഴുവൻ സംസാര വിഷയമാവില്ലായിരുന്നോ? ഇങ്ങനൊരു മത്സരത്തെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. അപ്പൊ ഇത് പറ്റിപ്പാണെന്നാണ് പറയുന്നത്. ഇവരിങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് കാശ് തട്ടിയെടുക്കുന്ന തോന്നുന്നത്. ഇതൊന്നും വിശ്വസിക്കരുത്. അതെ ദുർഗ, കഷ്ടപ്പെടാതെ നമുക്കൊന്നും കിട്ടില്ല. ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ട് നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല. ഈ പേപ്പർ വായനയൊക്കെ നിർത്തിയിട്ട് നീ ബുക്ക് എടുത്തു വെച്ച് പഠിക്ക്. കഷ്ടപ്പെടാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ലല്ലോ ചേച്ചി. ജയിക്കുന്ന ആൾക്കല്ലേ ഫസ്റ്റ് പ്രൈസ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയാലോ, പിന്നെ പാട്ടും കുഴപ്പമില്ലാതെ വരുമല്ലോ. വിശ്വാസമില്ലെങ്കിൽ ഞാനൊരു പാട്ട് പാടിത്തരാം, കേട്ടോ? ദുർഗേ, നിനക്ക് അറിയാത്ത പണി ചെയ്യാൻ നിൽക്കാതെ നന്നായിട്ട് പഠിക്കാനല്ലേ നിന്നോട് ഏട്ടൻ പറഞ്ഞത്? അത് നീ മറന്നോ? അന്ന് ഞാൻ പാടിയത് കേട്ടിട്ട് ഏട്ടന് ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. പക്ഷെ ഏട്ടന് ഇതിനെ പറ്റി വല്ല അറിയോ? ഏയ് ദുർഗ, ഏട്ടനെ പറ്റി ഇങ്ങനെയൊന്നും പറയരുത്. ഏട്ടൻ ദൈവത്തിന് തുല്യാണ്. അതുകൊണ്ടല്ലേ ചേച്ചി മത്സരത്തിന് ജയിച്ച് ഏട്ടന് 50,000 രൂപ കൊടുക്കും ഞാൻ. എന്ന് വെച്ചാ നീ പാട്ടുപാടി ജയിക്കാൻ പോവാണെന്നാണോ? എന്താ ഡൗട്ടാണോ? ഒരു തവണ നീ പാട്ട് പാടിയതിന് തന്നെ അയൽവക്കത്തുള്ളവർക്ക് തലവേദന തുടങ്ങിയെന്നാ അവര് പരാതി പറഞ്ഞേ. അക്കാര്യം നീ മറന്നുപോയോ? അവർക്ക് തലവേദന വന്നത് ചേച്ചിയുടെ ഭക്ഷണം കഴിച്ചിട്ടാണെന്നും ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു. അതും മറന്നുകൊണ്ട് ചേച്ചി. പറയുന്നതിനൊക്കെ എന്തൊരു തർക്കത്തിലാ നോക്കിയേ. ഞാൻ മത്സരത്തിന് ജയിക്കുന്ന ചേച്ചി എന്താ വിശ്വസിക്കാത്തെ? ഇനി ഒരിക്കൽ കൂടി മത്സരം നീ പറഞ്ഞ. ഇങ്ങനെ വഴക്ക് കൂടാതെ ഗൗരി, ഏട്ടൻ വരാനുള്ള സമയമായി. അതെല്ലാം വിട് ചേച്ചി, നമുക്ക് പെട്ടെന്ന് ഈ പ്രോഗ്രാമിന് പോവാം. 50,000 രൂപ മേടിച്ചോണ്ട് വരാം. ഏട്ടൻ വരുന്നുണ്ട്. ഏട്ടാ, തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് എന്താ അവര് തന്നേ? നമുക്ക് തൃശ്ശൂലമാണ് കിട്ടിയത് മക്കളെ. ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടാ. ശിവന്റെ കയ്യിലും ദേവിയുടെ കയ്യിലുമുള്ള തൃശൂലത്തിന്റെ ചിഹ്നമാണ് കിട്ടിയെങ്കിൽ അവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെന്താ കുഴപ്പം?
നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമല്ലേ ഇത്? ഏട്ടത്തി എന്തിനാ വിഷമിക്കുന്നേ? ഏട്ടൻ അവരെ ഏത് ചിഹ്നമാണ് തിരഞ്ഞെടുത്തത് എന്നതിന്റെ കൂടെ നാട്ടുകൂട്ടത്തിൽ വെച്ച് മറക്കാൻ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നറിയോ? അതിനെക്കുറിച്ച് ഏട്ടൻ പറയുന്നില്ല. ഇപ്പൊ അവരെന്തെങ്കിലും ചോദിച്ചോ? നീ എന്താ ഇങ്ങനെ? നിന്റെ മനസ്സിലൊന്നും ഇരിക്കില്ലേ ശിവാനി? എന്തു പറ്റിയേട്ടാ? അവരെന്താ പറഞ്ഞത്? ഒന്നുമില്ല മോളെ, ആ കാര്യം വിട്ടേക്ക്. അതെങ്ങനെയേട്ടാ വിട്ടുകളയുന്നേ? നാട്ടുകൂട്ടത്തിൽ എന്തൊക്കെയാ നടന്നതെന്ന് ഞങ്ങൾക്കും അറിയണ്ടേ? അതെ ഏട്ടാ, ഞങ്ങൾക്കും അറിയണം. പറയ് ചേട്ടാ. ആ ശശികുമാറിന്റെ അമ്മ വന്ന് പണം ചോദിച്ചായിരുന്നു. കഴിഞ്ഞ തവണ തന്നെ കാശ് കൊടുക്കാൻ സമയം ചോദിച്ചിരുന്നല്ലേ? ആ സമയത്തിനുള്ളിൽ കൊടുക്കാന്ന് സമ്മതിച്ചല്ലോ. പക്ഷേ അവർക്കെന്തോ അത്യാവശ്യമുള്ളത് പോലെ എനിക്ക് തോന്നുന്നത്. നമ്മൾ എപ്പോഴാണോ അവരുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് പറഞ്ഞത് അപ്പൊ തൊട്ട് അത് മനസ്സിൽ വെച്ച് പെരുമാറിക്കൊണ്ടിരിക്കും അവര്. ആ ശശികുമാർ സാറ് നല്ലവനാ, പക്ഷേ അയാളുടെ അമ്മയുടെ വാക്കിനെ എതിർത്ത് സംസാരിക്കില്ല. നീ ഇപ്പോഴും അവനെ നല്ലവനായിട്ടാണോ കാണുന്നേ? ഇന്ന് അവന്റെ അമ്മ സംസാരിച്ച കാര്യങ്ങളൊക്കെ നീ കേട്ടിരുന്നെങ്കിൽ 1 രൂപ പോലും തിരിച്ചു കൊടുക്കാതെ അവരുടെ ചെവിക്കല് പൊളിക്കാൻ തോന്നിയനെ. അങ്ങനെയൊന്നും പറയില്ല ശിവാനി. നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ പണം കൊടുക്കണമല്ലോ. കൊടുക്കണം ചേട്ടാ. നാട്ടുകൂട്ടത്തിൽ വെച്ച് കുറച്ച് ദിവസത്തെ അവധി ചോദിച്ചതല്ലേ? അവരത് സമ്മതിക്കുകയും ചെയ്തു. ഏട്ടൻ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ ഉടനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കണമെന്നുണ്ടോ? വളരെ കഷ്ടപ്പെട്ടില്ലേ തിരഞ്ഞെടുപ്പിന് പേര് കൊടുത്തേ? ഇപ്പൊ ആ സ്ത്രീ പറഞ്ഞത് കാരണം നാട്ടുകാരൊക്കെ ഏട്ടനെ കുറിച്ച് തെറ്റിദ്ധരിക്കും. മോളെ, ഇനി എന്തൊക്കെ വന്നാലും ഞാൻ അത് കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ ആരും വിഷമിക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയേട്ടാ? നമുക്കിപ്പോ ഇലക്ഷന് പണം ആവശ്യമാണ്. ഇങ്ങനെയുള്ളൊരു സമയത്ത് അവർക്ക് കാശ് കൊടുക്കാൻ പറ്റുമോ? ഇനി എന്തൊക്കെ വന്നാലും ശരി, അവര് ചോദിച്ച ആ പണം എനിക്ക് കൊടുക്കണം ശിവാനി. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത്രയും കാശ് എവിടെ നിന്ന് കിട്ടാനേട്ടാ? ഹോട്ടലിൽ നിന്ന് വന്ന കാശൊക്കെ സാധനം വാങ്ങാൻ തന്നെ എടുത്തു ഏട്ടാ. നിങ്ങൾ ഇതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട മക്കളെ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് ആ പണം തിരിച്ചു കൊടുക്കണം. ഏട്ടനിപ്പോ പണത്തിന് ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ മത്സരത്തിന് പോകുന്നത് തന്നെ നല്ലത്. പാട്ടുപാടി ഡാൻസ് കളിച്ച് ആ 50,000 രൂപയും കൊണ്ട് ഏട്ടന് കൊടുക്കണം. അതെന്തായാലും ഒരു സഹായമാവും. ശ്രീദേവി, എപ്പോ നോക്കിയാലും എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കും. കുറച്ചുനേരം റെസ്റ്റ് എടുക്കണമെന്ന് തോന്നാറേ ഇല്ലേ? ഞാൻ അതിനെന്താ ചെയ്യുന്ന അമ്മായി? റെസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നീ എന്താ ചെയ്യാത്തെ? വീട്ടുജോലി എല്ലാം ചെയ്തിട്ട് പുറത്തു പോയി നീ ജയിക്കുകയും ചെയ്തു. ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്താ നിന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്താവും? ഞാൻ റെസ്റ്റ് എടുത്തിട്ടിരുന്ന ദേവേട്ട ചുമ്മാതിരിക്കോ? നീ എന്താ മഹാറാണിയാണെന്നുള്ള വിചാരാണോ ഇങ്ങനെ കസാരയിൽ കാല് നീട്ടി ഇരിക്കാനെന്ന് ചോദിക്കുമല്ലോ. ആ പറഞ്ഞത് കറക്റ്റാ ശ്രീദേവി. ഞാൻ വീട്ടിലില്ലെങ്കിലും നീ സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇവളുടെ കയ്യിൽ പണമില്ലല്ലോ, അതുകൊണ്ടാ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നല്ലാതെ ആരെയും പറ്റിച്ച് ജീവിക്കില്ല അമ്മാവ. ഇതൊക്കെ വെറും വാക്കല്ലേ? നാട്ടുകൂട്ടത്തിൽ വെച്ച് നിന്റെ ചേട്ടനും ഇതേ കാര്യം തന്നെയാ പറഞ്ഞത്. ശ്രീദേവി എന്ത് ജോലി ചെയ്താലും 3 നേരം ഭക്ഷണം കഴിക്കാൻ മാത്രമേ തരൂ. ഗൗതം നടത്തുന്ന ഹോട്ടൽ വഴി ചിലവെല്ലാം പോയിട്ട് മാസം ഒരു 30,000 രൂപ സമ്പാദിക്കും. ആ ശശികുമാറിന്റെ അമ്മ ചോദിച്ച 3 ലക്ഷം രൂപ എങ്ങനെ കൊടുക്കുമോ എന്തോ. എന്താ ശശികുമാർ പണം ചോദിച്ചെന്നോ? മുഴുവൻ പണവും തിരിച്ചു കൊടുക്കാൻ അവർ സമയം ചോദിച്ചിരിക്കുകയല്ലേ? ആ തീരുമാനം പറഞ്ഞത് ഞാനാകീതേ. ഞാനത് എങ്ങനെ മറക്കാനാ? പക്ഷെ പണം കൊടുക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ ചോദിച്ചു വന്നേ? നിന്റെ ഏട്ടൻ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടമൊക്കെ വാങ്ങിയിട്ട് ഇലക്ഷനിലൊക്കെ പങ്കെടുക്കാൻ പോയാൽ കാശ് തന്നവർ നോക്കി നിൽക്കുമെന്ന് വിചാരിച്ചു. ഭക്ഷണത്തിന് വകയില്ലെങ്കിലും ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളിൽ തലയിടുന്നത് പ്രശ്നമാണെന്ന് അവര് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഗൗതമാണെങ്കിൽ ദേഷ്യത്തില് ഉടനെ തന്നെ മൊത്തം പണവും തിരിച്ചു തരാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി എങ്ങനെ കടം തീർത്ത്
മത്സരത്തിൽ പങ്കെടുക്കുവോ എന്തോ, നമുക്ക് കാണാം. ഇതൊക്കെ നിങ്ങൾ ചെയ്തത് തന്നെയായിരിക്കും. പാവം, അവരെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട ഇതുവരെ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാനാണോ നോക്കുന്നത്? മത്സരാർത്ഥിയായ ആട് പോയി മലയിലിടിച്ചാൽ പൊട്ടിപ്പോകുന്നത് ആടിന്റെ തലയാ, മലയ്ക്കൊന്നും സംഭവിക്കില്ല. ഈ ഒരു ചെറിയ ലോജിക്ക് മനസ്സിലാക്കാതെ എന്നോട് മത്സരിക്കുന്നു ഇവളുടെ ചേട്ടൻ. ഒന്ന് മത്സരിച്ച് നോക്കാൻ പറ.